സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൊബൈൽ രോഗം കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു. ഇത് രോഗം പോലെയായിട്ട് മാറിയിട്ടുണ്ട്. മൊബൈൽ നല്ലതാണ്, ഒത്തിരി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ അമിതമായാൽ അമൃതും വിഷവും എന്ന് പറഞ്ഞ മാതിരി പലപ്പോഴും കുട്ടികൾ അമിതമായിട്ട് ഇത് ഉപയോഗിച്ച് ഇതൊരു രോഗം പോലെയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനും നിവൃത്തിയില്ല. മൊബൈലില്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. ഇതില്ലെങ്കിൽ ഭയങ്കരമായ ബഹളം കിട്ടും. അത് മുഴുവൻ സമയമൊക്കെ രാത്രി മുഴുവൻ ഇരുന്ന് മൊബൈൽ കാണുന്ന പരങ്ങളുണ്ട്. അതുപോലെ തന്നെ രാത്രി പല കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൊബൈൽ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ വീഡിയോ ഗെയിംസ് ഇരുന്ന് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പുറകെ പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ ഫോണിന് നല്ല ഗുണങ്ങളുണ്ട്. എവിടെയും ആശയവിനിമയം നടത്താനായിട്ട്, ഗാനങ്ങൾ കേൾക്കാനായിട്ട്, അറിവ് സമ്പാദിക്കാനായിട്ട്, നമുക്ക് കത്തുകൾ ഉപയോഗിക്കാനായിട്ട്, വേറെ സന്ദേശം കൊടുക്കാനായിട്ട്, പരസ്യത്തിന്, വിപണിക്ക്, ബാങ്കിങ്ങിനൊക്കെ ഇപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങി. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്, ഇങ്ങനെ പലതിനും കുറ്റവാളികളെ പിടിക്കാനായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപകാരപ്രദമാണ്. പക്ഷേ അതിൻ്റെ ദുരുപയോഗം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ കോശങ്ങൾക്ക്, നമ്മുടെ ബ്രെയിനിൻ്റെ കോശങ്ങൾക്ക് കേടുവരുന്നുണ്ട്. അമിതമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നവർക്ക് ഒരു 2 മണിക്കൂർ കൂടുതലൊന്നും പിള്ളേർക്ക് ഇത് കൊടുക്കരുത്. അതിനൊരു സമയമൊക്കെ നിശ്ചയിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്യണം. അപസ്മാര രോഗികൾ മൊബൈൽ അധികം ഉപയോഗിക്കരുത്. അത് ബ്രെയിനിനെ കൂടുതൽ അഫക്റ്റ് ചെയ്ത് അപസ്മാരം ഉണ്ടാകും. ഇന്ത്യയിൽ ഒരു 10-9% പിള്ളേർക്കും 10-9 പേർക്കും ഇപ്പോൾ മൊബൈലുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളുടെ പ്രശ്നം വന്നു ഇതോടുകൂടി പഠിക്കാനായിട്ടുള്ള തലങ്ങളിൽ മൊബൈൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ചില വ്യക്തികളിൽ ഇതിന് മൊബൈൽ മാനിയ പോലെ വന്നിട്ടുണ്ട്. വീഡിയോ ഗെയിംസിലേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിപ്പിക്കാനും മൊബൈൽ മേടിച്ചു കൊടുത്ത് മൊബൈൽ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് നല്ലതല്ല. TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ കുറയും. കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടും പിള്ളേരുടെ കയ്യിൽ മൊബൈൽ, ഒരു കളിപ്പാട്ടം പോലെ മൊബൈൽ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു തലമല്ല. കുട്ടികളെ സന്ദേശം എടുക്കുന്നു. കൂട്ടുകാരിൽ നിന്ന്, ഗ്രൂപ്പിൽ നിന്നാണ് പലപ്പോഴും അപാകതകളും അപക്വമായിട്ടുള്ള തലങ്ങളുമൊക്കെ എടുക്കുന്നുണ്ട്. അശ്ലീല സാഹിത്യങ്ങൾ, അശ്ലീല സ്ലൈഡുകൾ, ലൈംഗിക ചൂഷണങ്ങളൊക്കെ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്ന് പ്രേരണ കിട്ടിയിട്ട് ഒത്തിരി പേര് അക്രമവാസനയിലേക്ക്, പിരിമുറുക്കത്തിലേക്ക്, സമ്മർദ്ദങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ബ്ലൂ വെയിൽ പോലുള്ള ക്രിമിനൽ അവസാനം ഇതൊരു ഗെയിം പോലെയാണ് തുടങ്ങണേ. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി അവസാനം അത് നമ്മുടെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്നുണ്ട്. അതാണ് ബ്ലൂ ഗെയിം എന്നൊക്കെ പറയണത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒത്തിരി കൂടുതലുണ്ട്. അത് കുട്ടികളെ കൂടുതൽ ബാധിക്കുകയും ചെയ്യും. ഹൈപ്പർ ആക്ടിവിറ്റി കൂടാറുണ്ട് കുട്ടികളിൽ. ഇതുപോലെ പുറത്തിറങ്ങാനുള്ള താല്പര്യം കുറയും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൊബൈൽ അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി സമയം പുറത്തിറങ്ങാനും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനും കൃഷി ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ളവർക്ക് പിടിവാശി ഒത്തിരി കൂടും. അതുപോലെ തന്നെ ഈ കാർ റേസ് എന്നൊക്കെ പറയുന്ന ഗെയിമുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇരുന്ന് പിള്ളേർ കാണാൻ അങ്ങനെ അമിതമായിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് പോയി അങ്ങ് ഇടിക്കട്ടേടാന്ന് പറയും. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പോലും. അപ്പോൾ പിള്ളേർ അതിലേക്കുള്ള ഒരു ആക്സിഡൻറ്റ് പ്രോൺഡായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ളത് വരും. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് പോകരുത്. രാത്രിയൊക്കെ ഇരുന്ന് അമിതമായിട്ട് മൊബൈൽ കാണുന്ന വ്യക്തികൾ ലൈംഗികമായ തെറ്റുകളിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള വരും. ഇതുപോലെ തന്നെ ചിലർക്ക് ഇടി, തല്ല് ഇങ്ങനെയുള്ളത് കാണാനായിരിക്കും. അതും നല്ലതല്ല, നമ്മുടെ ബ്രെയിനിന് നല്ലതല്ല. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി കുഞ്ഞുങ്ങളെയും അതുപോലെ വലിയവരെയാണെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള തരത്തിൽ, ഇപ്പോൾ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുക, അതും പഠിച്ചെടുക്കാൻ പറ്റും. പാചകത്തിൽ എങ്ങനെ പാചകം ചെയ്യാൻ പറ്റും, ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ പിള്ളേരെ കാണിച്ചു കൊടുത്ത് അതിലേക്ക് തിരിക്കണം. ഇതുപോലെ തന്നെ മാതാപിതാക്കൾ ഒരു കൃത്യസമയമൊക്കെ നിശ്ചയിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളോടൊപ്പം ചിലവഴിക്കുക.
ഈ ഗെയിം കാണുന്ന അവർ കാണുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയുന്നത് നല്ലതാണ്. സമയനിഷ്ഠ വരുത്തുക. എന്തൊക്കെ കണ്ടു എന്ന് അവരോട് തന്നെ ചോദിക്കുക. അപ്പോൾ അവരുടെ പെരുമാറ്റ രീതി, സംസാര രീതി അവരിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ മേഖലകളെക്കുറിച്ചും അറിവ് സമ്പാദിക്കുന്നത് നല്ലതാണ്. ഒരു മേഖല മാത്രമല്ല, വീഡിയോ ഗെയിം മാത്രമല്ല, മറ്റ് മേഖലകളും കൂടെ പഠിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കണം. അതുപോലെ കൃത്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു 2 മണിക്കൂർ കൂടുതലൊന്നും ഇത് കാണരുത്. ഉപകാരപ്രദമായവ കാണിച്ചു കൊടുക്കുക പിള്ളേർക്ക്. അതുപോലെ തനിച്ചിരുന്ന് ഇരുന്ന് ഗെയിം കളിക്കുന്ന ശീലം പിള്ളേർ വളർത്തരുത്. അത് ഇൻട്രോവേർട്ട് ആകാനായിട്ട് മാറും. നിശ്ചിത സമയം ചെയ്യുക. പിന്നെ ഇവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഏതൊക്കെയാണ്, എല്ലാവർക്കും തന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അതേസമയം പിള്ളേർ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള പടങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേരുമുണ്ട്, നല്ല വാക്ക് തലങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ പോസിറ്റീവായിട്ട് ഇത് ഉപയോഗിക്കുക. ഇത് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് രോഗമാകാതിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് സമയം ചെലവഴിക്കുക. അമിത സമയം ഈ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ മാറിക്കിട്ടും, മാറ്റങ്ങളുണ്ടാവും. ഒരു നിമിഷം കണ്ണുകൾ ഇടയ്ക്ക് കർത്താവേ, ഞങ്ങളുടെ മക്കളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഫോൺ ഉപയോഗിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. വൈകല്യങ്ങളിലേക്കും വൈകൃതങ്ങളിലേക്കും തിരിയാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഫോണിലൂടെ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള, ഞങ്ങളുടെ ബ്രെയിനിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വികലമായ ചിത്രങ്ങളും അസ്വസ്ഥതകളും ചിന്തകളും കർത്താവെ അങ്ങ് മാറ്റിത്തരണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ കാണുക. പ്രത്യേകിച്ച് കുട്ടികളെ ഈ വീഡിയോ കാണിക്കുക. ഇപ്പോൾ 694-ാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്തു തീർത്തേക്കണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും ഇതിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ച് വീട്ടിലൊന്ന് ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് പ്രതിജ്ഞകളായിട്ട് കുട്ടികളെ കൊണ്ട് ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രോബ്ലമായിട്ട് ഒത്തിരി പിള്ളേരെ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും, വൈകല്യങ്ങളിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.